ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോയ കഥയാണ് കേട്ടോ പറയുന്നത്. വേറെ എവിടെയല്ല, കേരളത്തിലെ സ്വന്തം നയാഗ്ര വാട്ടർഫാൾസായ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ് നമ്മളിന്ന് ട്രിപ്പ് പോയത്. വാട്ടർഫാൾസിൻ്റെ അടുത്ത് നിന്ന് വെറും 10 മിനിറ്റ് മാത്രം ദൂരമുള്ള ബദിനിയാൻ റിസോർട്ടിലാണ് ഞങ്ങളുടെ സ്റ്റേയിങ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ 2500 രൂപ മാത്രമേ നമുക്ക് ഈ സ്റ്റേയിങ്ങിന് ചിലവായുള്ളൂ. ചാലക്കുടി പുഴയിലൂടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നല്ല അടിപൊളി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ സ്റ്റേയിങ്ങിൽ വുഡനിലാണ് ഇവരിവിടെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റേയിങ് ആയിരുന്നു കേട്ടോ നമുക്കിവിടെ കിട്ടിയിരുന്നത്. വളരെ കോപ്പറേറ്റ് ചെയ്ത സ്റ്റാഫായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് തിരിച്ചു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു കേട്ടോ. വെള്ളം വളരെ പൊതുവെ കുറവായിരുന്നെങ്കിലും തിരക്കൊട്ടും കുറവില്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി. അപ്പോഴത്തേക്കും വെയിലും ഉണ്ട്, പക്ഷേ അതുപോലെ തന്നെ നല്ല തിരക്കും തുടങ്ങിയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിയാണ്. നന്നായിട്ട് ഇറങ്ങാൻ നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുപ്പി വെള്ളം നമ്മൾ കളയാതെ കുപ്പിയിലെ വെള്ളം കുടിച്ചിട്ട് ആ കുപ്പി നമ്മൾ തിരിച്ച് അവിടെയുള്ള സ്റ്റാഫിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഗേറ്റിൻ്റെ അവിടെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു 10 രൂപ തിരിച്ച് കിട്ടും. അപ്പോൾ അത് നിങ്ങളതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന വെള്ളം കുപ്പി തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇറങ്ങി താഴെ വന്നു. അടിപൊളി കാഴ്ചയായിരുന്നു ഗൈസ്. എന്താ പറയണ്ടേ, നമ്മുടെ മനസ്സങ്ങോട്ട് കുളിർമഴ കൊള്ളുക എന്ന് പറയില്ല, അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻസ് ആൾക്കാരൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ബി സേഫ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സേഫാക്കി വെക്കുക. അങ്ങനെ നമ്മൾ പാറകളൊക്കെ താണ്ടി വാട്ടർഫാൾസിൻ്റെ തൊട്ട് താഴെ എത്തി. ഞാൻ ഇത്രയും അടുത്തൊരു വാട്ടർഫാൾസിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതുവഴി നമ്മൾ തിരിച്ച് മുകളിലേക്ക് വന്നു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പാറയിലൂടെ. അത് നമ്മളിപ്പോൾ നേരെ വാഴച്ചാലിലേക്കാണ് പോകുന്നത്. ആ വഴിയിൽ 1-2 ഇടത്തൊക്കെ ഇങ്ങനെ വാട്ടർഫാൾസ് ഉണ്ട്. അങ്ങനെ വാഴച്ചാലിലെത്തി. വാഴച്ചാലും നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ് കേട്ടോ. ഇവിടെ 2 ഇടവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു തണുപ്പും, എനിക്ക് മഴയില്ല, പക്ഷെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. എല്ലായിടവും സെക്യൂരിറ്റി ഗാർഡ്സ് കയറൊക്കെ കെട്ടി തിരിച്ചിരിക്കുകയാണ്. പക്ഷെ അത് നല്ലതാണ്, കാരണം അപകടങ്ങൾ ഒഴിവാകുമല്ലോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.